അങ്ങനെ ടിപ്പു സുൽത്താനായി. ടിപ്പു സുൽത്താൻ നിയമപാലകരെ വഹിക്കാൻ വേണ്ടി പറഞ്ഞു, മന്ത്രി എവിടെ? മന്ത്രിനെ വിളിക്കൂ, മന്ത്രി. അങ്ങനെ മന്ത്രിനെ വിളിച്ചു. മന്ത്രി, അടിയൻ. നിൽക്കവിടെ. നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായിരുന്നു? നിയമപാലകരെ ആക്കുക, ഉറപ്പായും ആക്കുക. ഓക്കെ, ശരി. അപ്പോൾ ടിപ്പു സുൽത്താൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ടിപ്പു സുൽത്താൻ മന്ത്രിയോട് ഇങ്ങനെ എന്തെല്ലോ പറയുന്നു. മന്ത്രിയും അങ്ങോട്ട് എന്തെല്ലോ പറയുന്നു. ടിപ്പു സുൽത്താനും മന്ത്രിയും ഒറ്റക്കെട്ടാവുന്നു. അപ്പം അവർ പറഞ്ഞു, നിയമപാലകരെ ആക്കാൻ വേണ്ടി കുറച്ച് സർട്ടിഫിക്കറ്റ് ഞാൻ എനിക്ക് തരാം. ആ സർട്ടിഫിക്കറ്റ് ഞാൻ പോയി കൊട്ടാരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരാം. വാ, നടക്കേ, ഞാൻ കൊട്ടാരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരാം. ടിപ്പു സുൽത്താനും മന്ത്രിയും നടന്ന് നീങ്ങുന്നു. ബേക്കിൽ മന്ത്രി വരുന്നു, ടിപ്പു സുൽത്താൻ മുമ്പിൽ വരുന്നു. അപ്പോൾ ടിപ്പു സുൽത്താൻ ആക്ഷേപിക്കുന്നു, അവിടെ നിൽക്ക്. അങ്ങനെ നിന്നു. കണ്ടതാ ടിപ്പു സുൽത്താൻ കൊട്ടാരത്തിലേക്ക് കയറിപ്പോകുന്നു. കൊട്ടാരത്തിൻ്റെ മറുവശത്തുള്ള റൂമിലാണ് ആ പെട്ടിയുള്ളത്. ആ വലിയ പെട്ടിയാണ്. ടിപ്പു സുൽത്താൻ ആ വലിയ പെട്ടി എടുത്തു. ടിപ്പു സുൽത്താൻ ആ വലിയ പെട്ടി എടുത്തുകൊണ്ട് മന്ത്രിയുടെ നേർക്ക് നടക്കുകയാണ്. വലിയ പെട്ടി എടുത്തുകൊണ്ട് മന്ത്രിയുടെ നേർക്ക് ഓടുകയാണ്. അപ്പോഴത്തേക്കും ടിപ്പു സുൽത്താൻ മന്ത്രിയുടെ നേർക്ക് എടുത്തു. ഇത് നിയമപാലകരെ അളക്കാനുള്ളൊരു പെട്ടിയാണ്, സൂക്ഷിച്ചു വെക്കുക. ടിപ്പു സുൽത്താൻ അങ്ങനെ കൊട്ടാരത്തിലേക്ക് കയറിപ്പോയി. അപ്പോൾ മന്ത്രി ഇതൊരു സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിയുടെ പേഴ്സണൽ റൂമിലെ ഒരു ബാസ്ക്കറ്റിൽ ഈ പെട്ടി സൂക്ഷിച്ചു. ഇവിടെയാണ് ആ പെട്ടി സൂക്ഷിച്ചത്. അങ്ങനെ മന്ത്രി ഈ പെട്ടി അവിടെ വെക്ക്, ഇവിടെ വെക്കണം. അതുകൊണ്ട് മന്ത്രി ഇതിലേക്ക് പെട്ടി വെക്കുന്നു. ഇതിലേക്ക് പെട്ടി അങ്ങനെ മന്ത്രി വെച്ചിരിക്കുന്നു. അപ്പോൾ മന്ത്രി സേഫല്ലേ എന്ന് കരുതി നോക്കുന്നു. ഇതെല്ലാം കണ്ണുകൊണ്ട് കണ്ട നമ്മളെ മന്ത്രവാദി. ഇങ്ങനെയെല്ലാം ഒളിച്ചിരുന്ന് കേട്ട മന്ത്രവാദി ഇതെല്ലാം ഒരുമിച്ച് വേണമെന്ന് പറഞ്ഞ മന്ത്രവാദി ആ പെട്ടി എങ്ങനെയെങ്കിലും മന്ത്രിനെ കൊന്ന് ആ പെട്ടി എടുക്കാൻ വേണ്ടി അങ്ങനെ മന്ത്രവാദി തീരുമാനിച്ചു. അപ്പോൾ മന്ത്രവാദി ആ പടിയും കൊണ്ടാക്കി. ഹോം ഡാല മുഷ്പണുക്ക കാട്ടാലൻസലക്ക. അങ്ങനെ മന്ത്രിയുടെ വേഷം അണിഞ്ഞതാ അറക്കുള്ളിൽ. അങ്ങനെ മന്ത്രവാദി ഒരു മന്ത്രം ചൊല്ലി. ടും ടും. മന്ത്രിയുടെ രൂപത്തിലായ മന്ത്രവാദി അട്ടഹസിച്ച് ചിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പം കാണാൻ പോകുന്നത്. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് മന്ത്രി വരുന്നു. അങ്ങനെ റിയൽ മന്ത്രി നല്ല പാട്ടെല്ലാം പാടി അങ്ങനെ നിയമപാലകർ എത്തല്ലോ എന്ന് പറഞ്ഞ് പാട്ടെല്ലാം പാടുന്നു. ഇപ്പുറത്തെ വശത്ത് ഡ്യൂപ്ലിക്കേറ്റ് മന്ത്രവാദി, നല്ല ദേഷ്യത്തോടെയുള്ള മന്ത്രവാദി. അങ്ങനെ അപ്പോൾ ഇവർ രണ്ടാളും ഒരുമിച്ച് കണ്ടാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച ഈ ഡ്യൂപ്ലിക്കേറ്റ് മന്ത്രവാദി മറ്റേ മന്ത്രവാദിനെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ മറ്റേ മന്ത്രവാദിനെ കൊല്ലുന്ന ദൃശ്യങ്ങളാണ് ഇത് കാണാൻ പോകുന്നത്. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് മന്ത്രവാദി ആ വടിയെടുത്തിട്ട് മെല്ലെ നടന്നു നീങ്ങി. അങ്ങനെ റിയൽ മന്ത്രവാദി അപ്പോൾ മറ്റേ മന്ത്രവാദിനെ കണ്ടിട്ട് ആശ്ചര്യപ്പോയി, ഞെട്ടിപ്പോയി. ഇതാണ് നിങ്ങൾ കാണുന്നത്, നെട്ടിച്ചലിക്കുന്ന മന്ത്രവാദി, റിയൽ മന്ത്രവാദി. അപ്പോൾ ആ മന്ത്രവാദി ഇങ്ങനെ വിചാരിച്ചു, ഇതെൻ്റെ അളിയനോ അല്ലെങ്കിൽ മൂത്താപ്പയോ അല്ലെങ്കിൽ എൻ്റെ അനിയനുമായിരിക്കുമോ ഇത് എന്നറിയാൻ വേണ്ടി അവരെ അടുത്തേക്ക് നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് കാണുന്നത്. ടിപ്പു സുൽത്താൻ്റെ BC 90-ാം നൂറ്റാണ്ടിലെ ദൃശ്യങ്ങളാണ് ഇത് കാണുന്നത്. മന്ത്രി കൊല്ലാൻ വേണ്ടി റിയൽ മന്ത്രവാദി ഓടുന്നു, പേടിച്ചിട്ട് ഓടുന്നു. നിൽക്കെന്ന് പറഞ്ഞു സംഭവം നമ്മളെ മന്ത്രവാദി സ്റ്റാച്ചു പോലെ നിന്നു. ഈ റിയൽ മന്ത്രി സ്റ്റാച്ചു പോലെ നിന്നു. ഈ റിയൽ മന്ത്രവാദി ഇനി എന്ത് ചെയ്യും? സ്റ്റാച്ചു പോലെ നിന്നിട്ട് ഇനി എന്ത് ചെയ്യും? അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ടിപ്പു സുൽത്താൻ വന്നു. ടിപ്പു സുൽത്താൻ
വരുന്ന ദൃശ്യങ്ങളാണ് ഇത് കാണുന്നത്. അങ്ങനെ ടിപ്പു സുൽത്താൻ വരുന്നെന്ന് പറഞ്ഞ മന്ത്രവാദിയായ മന്ത്രി ഇതാ അപ്പത്തേക്കും വടി താഴെ കളഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ വടി താഴെ കളഞ്ഞ് ടിപ്പു സുൽത്താൻ വരുന്ന അറിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പത്തേക്കുമാണ് ഈ മറ്റേ മന്ത്രവാദി അവിടെ നിൽക്കുന്ന ദൃശ്യങ്ങൾ ഈ മന്ത്രവാദി കണ്ടത്. അപ്പോൾ ഈ മന്ത്രി ഈ ഡ്യൂപ്ലിക്കേറ്റ് മന്ത്രി ആ റിയൽ മന്ത്രിയെ ചവിട്ടിപ്പുറത്താക്കി അവരുടെ പാതാള ലോകത്ത് അയക്കാനായിരുന്നു പരിപാടി. രാജാവായ ടിപ്പു സുൽത്താൻ പട്ടാഭിഷേക അപ്പത്തേക്കും ആ മന്ത്രി വന്ന് അടിയൻ എന്ന് പറഞ്ഞു. മന്ത്രി അടിയൻ. അപ്പോൾ ടിപ്പു സുൽത്താൻ അപ്പത്തേക്ക് ടിപ്പു സുൽത്താൻ ചോദിച്ചു, നമ്മളെ ആക്കി വെച്ച ആ പെട്ടി എവിടെ? അപ്പത്തേക്കും മന്ത്രി പറഞ്ഞു, ആ പെട്ടി എൻ്റെ സുരക്ഷാ റൂമിൽ വെച്ചിട്ടുണ്ട്, ഞാൻ പോയി എടുത്തിട്ട് വരാം. പൊന്തുന്നില്ലായിരുന്നു ആ ഡ്യൂപ്ലിക്കേറ്റ് മന്ത്രവാദിക്ക്. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് മന്ത്രവാദി കഷ്ടപ്പെടുന്നു. അങ്ങനെ പെട്ടി കിട്ടി. ആ പെട്ടി കിട്ടാൻ വേണ്ടിതാ റൂമിൽ നിന്ന് കഷ്ടപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇത് കാണുന്നത്. പിന്നെ മന്ത്രവാദിക്ക് മന്ത്രിയായ മന്ത്രവാദിക്ക് ഇതാ വരുന്നു. മന്ത്രി ഈ പെട്ടി എടുത്ത് ഓടാനുള്ള ദൃശ്യം. അപ്പോഴത്തേക്കും ഇവരോട് പറഞ്ഞു, ടിപ്പു സുൽത്താനെ, ഞാൻ ഈ പെട്ടി എടുത്ത് ഓടുകയാണ്. അങ്ങനെ മന്ത്രവാദി ഓടി. ടിപ്പു സുൽത്താൻ നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ടിപ്പു സുൽത്താൻ. അപ്പോൾ ടിപ്പു സുൽത്താൻ ഒരു മന്ത്രം